ജമാൽ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് നമ്മൾക്കൊപ്പം, നാഗനാഥനും ഉണ്ട്. ജമാൽ, ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ഇത്ര വലിയൊരു തീപിടുത്തമുണ്ടായത്, വൻ ദുരന്തമുണ്ടായത് എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മലയാളിയുടെ കമ്പനിയാണ്, ഒട്ടേറെ മലയാളികൾ മരിച്ചവരിൽ തന്നെ, ആകെ ഇന്ത്യക്കാരിൽ മരിച്ചവരിലേറെയും മലയാളികളാണ് എന്ന പ്രശ്നം വരുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ അവിടെ തങ്ങാവുന്നതിലധികം ആളുകൾ തങ്ങിയ ഒരു 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 കെട്ടിടമെന്നൊരവസ്ഥ ഉണ്ട് എന്ന് പ്രവാസികൾ തന്നെ പറയുന്നുണ്ട്. ഈ ഏത് നിലയ്ക്കാണ്, ഈ കമ്പനി പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് പറയുന്നു. അതേസമയം രാവിലെ മുതലൊക്കെ, ഇന്നലെ മുതലൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പാചകവാത സിലിണ്ടറുകൾ കൂട്ടത്തോടെ ശേഖരിച്ച് അതിൻ്റെ ബേസ്മെൻറ്റിലാണ് വെച്ചിരുന്നത്. അതും ഒക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ട പ്രശ്നമാണ്. ബേസ്മെൻറ്റ് ആ നിലയിൽ കിച്ചണായിട്ടും മറ്റും അടുക്കളയായിട്ടും മറ്റും ഉപയോഗിച്ചിരുന്നിരിക്കാം. ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പുതിയ വാർത്തയായും വരുന്നുണ്ടല്ലോ ജമാൽ. ആ കാര്യങ്ങളാകെ ആ പ്രശ്നത്തിൽ, അപകട കാരണത്തെ സംബന്ധിച്ച് ഉയരുന്ന പൊതുവായ ചിന്തകൾ എന്താണ്? അന്വേഷണത്തിൽ നമുക്കൊക്കെ ലഭിക്കുന്ന വിവരം എന്താണ്? അന്വേഷണം നടക്കുന്നൊരു ഘട്ടമാണല്ലോ. ശരത്ത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ സ്ഥലം സന്ദർശിച്ച കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഫഹദ് യൂസഫ് വ്യക്തമാക്കിയ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴി തെളിച്ചത് എന്നാണ്. അതായത് ഈ കെട്ടിടത്തിൽ നിയമലംഘനം അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര മന്ത്രി തന്നെ വ്യക്തമാക്കി. ജമാൽ, അതിനെ ഒന്ന് ക്ലിയറായി നമ്മൾ എടുത്താൽ, കെട്ടിട ഉടമ എന്ന് പറയുന്നത് സ്വദേശിയാണ്. അവിടെ ആ കെട്ടിട ഉടമയിൽ നിന്ന് ആ കെട്ടിടം എടുത്തിരിക്കുന്ന KG എബ്രഹാമിൻ്റെ NBTC എന്ന കമ്പനിയാണ്. ആ കമ്പനിയിലെ ജീവനക്കാരാണ് അവിടെ താമസിപ്പിച്ചിരുന്നത്. ഞാൻ ആ പറഞ്ഞ നമ്പർ 196 ആളുകൾ എന്ന് വെച്ചാൽ ഈ സ്ഥലം വിട്ടുകൊടുത്ത സ്വദേശിയുടെ അത്യാഗ്രഹമാണ് ഇത്രയധികം ആളുകളെ താമസിപ്പിക്കുന്ന വിധത്തിലേക്ക് ആ ക്യാമ്പ്, ആ പ്രദേശം അത് മാറിയത്. ഇത്രയും ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല, അത് ചട്ടപ്രകാരം വിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ? തീർച്ചയായും 196 ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം 6 നില കെട്ടിടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. കാരണം 4 ബ്ലോക്കുകളാണ് ഒരു ഫ്ലോറിൽ ഉണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ, ഫയർ എക്സിറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫയർ അലാം തുടങ്ങിയ സംവിധാനങ്ങൾ കൃത്യമായി ഒരുപക്ഷെ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഇന്നലത്തെ ഈ ദുരന്തത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഒരു അപകടമുണ്ടായാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് സംബന്ധിച്ച ഒരു സജ്ജീകരണങ്ങളോ ഒന്നും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 4മത്തെയും ഈ മരിച്ചവരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അവർ താമസിച്ചിരുന്നത്, പ്രധാനമായും മലയാളികൾ, ഈ അപകടത്തിൽ മരിച്ച മലയാളികളൊക്കെ പലരും കെട്ടിടത്തിൽ നിന്ന് ചാടിയാണ് മരണപ്പെട്ടത്. 4മത്തെയും 5മത്തെയും ഫ്ലോറുകളിൽ ഉറങ്ങിക്കിടങ്ങിരുന്ന ആളുകളാണ് പലരും. ഇവർ പ്രാണരക്ഷാർത്ഥം ആ സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് തീയും പുകയും ഒക്കെ കാണുന്നത്. പരിഭ്രാന്തരായി ചാടുകയല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ ഉറക്കത്തിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഈ തീയും പുകയും കാണുമ്പോൾ താഴേക്ക് ചാടി. അങ്ങനെ ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷപ്പുക ശ്വസിച്ച് ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ 21 ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ഇത് പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മെസ്സായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ ആളുകൾക്ക്, ഈ 190 ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള മെസ്സ് സംവിധാനമായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇതിനൊന്നും കൃത്യമായ അനുമതിയില്ല. മാത്രമല്ല, ഈ ഗൾഫിലെ സാഹചര്യം, മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ലൈൻ പൈപ്പുകളാണ്, ഗ്യാസിന്റെ ലൈനുകളാണുള്ളത്, പൈപ്പുകളാണുള്ളത്. ഇവിടെ ഈ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിൽ ഉപയോഗിക്കാൻ അനുമതിയില്ല. അത് പല സ്ഥലങ്ങളിൽ, പല കെട്ടിടങ്ങളും നിയമവിരുദ്ധവുമാണ്. ഇതൊക്കെ മറികടന്നാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആളുകളെ താമസിപ്പിച്ചിരുന്നത്. ഈ 176 ആളുകളാണ് ഏതാണ്ട് ഈ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. 19ഓളം ആളുകൾ ആ സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നു എന്നത് കുറച്ചുകൂടി അപകടത്തിന്റെ തോത് കുറച്ചു എന്ന് പറയാം. പക്ഷെ അങ്ങനെ നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. തീർച്ചയായും അതുകൊണ്ടാണ് ഈ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ സ്വദേശിയായിട്ട് കൂടി ആ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്തു, കാവൽക്കാരനെ അറസ്റ്റ് ചെയ്തു. മാത്രവുമല്ല, സമാനമായ രീതിയിൽ നിയമലംഘനം നടന്നിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരിശോധനകൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടാകും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ കുവൈത്തിൽ നിന്ന്, പർവാനയിൽ നിന്ന് അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങൾ, മരിച്ച മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ എംബാമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് മാറ്റും. അവിടെ നിന്ന് വ്യോമസേനയുടെ ഇന്ത്യയുടെ വിമാനം എത്തുന്ന മുറക്ക് ഈ വിമാനത്തിലേക്ക് മാറ്റും. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ, കുവൈത്തിൽ സമയം അർദ്ധരാത്രിയോടുകൂടി തന്നെ ഈ വിമാനം കുവൈത്തിൽ നിന്ന് പുറപ്പെടും. കുറച്ച് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക്
എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. റൈറ്റ്. ആ ക്രമീകരണങ്ങളെക്കുറിച്ചാണ് ജമാൽ ഇപ്പോൾ സൂചിപ്പിച്ചത്. ജമാൽ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കമ്പനിയുടെ വിശദീകരണം, അവരുടെ ഒരു പ്രാഥമിക വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയതൊക്കെ നമ്മൾ രാവിലെ വാർത്തയിലൊക്കെ സംസാരിച്ചപ്പോൾ ജമാൽ സൂചിപ്പിച്ചു. അതായത് അപ്പോൾ കാണാതായവരെ കുറിച്ചൊക്കെ മറ്റുമാണ് ആ വാർത്താക്കുറിപ്പ് പറഞ്ഞത്. NTBC എന്ന കമ്പനി, NBTC എന്ന കമ്പനി ഇതേക്കുറിച്ച് കമ്പനിയുടേതായ, കാരണം കമ്പനിയിലെ ജീവനക്കാർ തൊഴിലാളികളാണല്ലോ അവിടെ താമസിക്കുന്നത്, അങ്ങനെ അത്രയും അധികം ആളുകളെ അവിടെ താമസിപ്പിച്ചത് ഒരു കാര്യമാണ്, ഒരു പ്രശ്നമാണ്. പക്ഷേ അതിന് ആ സ്ഥലം ഉടമയും കൂടി ആ നിലയിൽ ആവട്ടെ എന്ന് കണ്ണടച്ചിട്ടുണ്ടാകാം. നിയമവിരുദ്ധ നടപടികളുടെ ഒരു ഘോഷയാത്ര തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ കമ്പനി എന്തു പറയുന്നു? കമ്പനിക്കും സത്യത്തിൽ ഒരർത്ഥത്തിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം 196 ആളുകളെ ഇത്തരത്തിലൊരു കെട്ടിടത്തിൽ നിന്ന് താമസിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കമ്പനിക്കുമുണ്ട്. കെട്ടിട ഉടമയെ മാത്രം സ്വദേശിയുടെ ജീവനക്കാരല്ലല്ലോ, ആ സ്വദേശിയുടെ തൊഴിലാളികളല്ലല്ലോ, ആ കമ്പനിയുടെ തൊഴിലാളികളല്ലേ? തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കമ്പനിയുടെ തൊഴിലാളികളെ ഇത്തരം ഒരു കെട്ടിടത്തിൽ താമസിപ്പിക്കുമ്പോൾ കമ്പനിക്കും കൂടി ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. തൊഴിലാളികൾ കൃത്യമായ സുരക്ഷയുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ താമസ സ്ഥലം ഒരുക്കുക എന്നത് കമ്പനിയുടെ കൂടി ബാധ്യതയാണ്. അത് പാലിക്കുന്നതിൽ കമ്പനിക്ക് കൂടി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കമ്പനി ഇതിനു ശേഷം ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും നൽകും, അതുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ താൽക്കാലികമായി ഇപ്പോൾ നഷ്ടപരിഹാരം നൽകും. ഒപ്പം അവരുടെ ആശ്രിതർക്ക് ജോലി നൽകും, മറ്റ് ആനുകൂല്യങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അപകടം സംബന്ധിച്ച ഒരു വിശദീകരണം കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. അത് ഈ സെക്യൂരിറ്റി ക്യാബിനിൽ നിന്ന് തീ പടർന്നതാണ്. സെക്യൂരിറ്റി ക്യാബിനിൽ തീ പടർന്നു, അത് ഷോർട്ട് സർക്യൂട്ടിന് വഴിയൊരുക്കി, അത് പിന്നീട് ഇവിടെ സൂക്ഷിച്ച ഗ്യാസ് സിലിണ്ടറിലേക്ക് പടർന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരം വരും ദിവസങ്ങൾ മാത്രമേ ഈ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും. ജമാൽ, ഒരു കാര്യം കൂടി, ഈ കമ്പനിയുടെ ചുമതലപ്പെട്ടവർ, ഈ കമ്പനി പൂർണ്ണമായും KG എബ്രഹാമിന്റെ കമ്പനിയാണോ? KGS ഗ്രൂപ്പ്, KG എബ്രഹാമിൻ്റെതാണോ ഈ കമ്പനി, NBTC എന്ന് പറയുന്ന ഈ കമ്പനി? ഈ കമ്പനിയുടെ ചുമതലപ്പെട്ടവർ ആരെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കുവൈറ്റ് പോലീസിന്റെ കസ്റ്റഡിയിലോ മറ്റോ ഉണ്ടോ? അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും കുവൈത്ത് പോലീസ് നടത്തിയിട്ടില്ല. കാരണം കമ്പനി KG എബ്രഹാമിൻ്റെതാണെങ്കിൽ പോലും അതിൽ സ്വദേശി പൗരന്റെ ഒരു റോള് കൂടിയുണ്ട്. കാരണം ഇത് 49-51 എന്ന ശതമാനത്തിലാണ്. സ്വദേശി പൗരന്റെ പേരിലായിരിക്കണം ഒരുപക്ഷെ ഈ കമ്പനി. കാരണം മാനേജിംഗ് പാർട്ണർ എന്ന രൂപത്തിലാണ് KG എബ്രഹാം ഈ കമ്പനിയിൽ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് സ്വദേശി പൗരന് കൂടി ഒരു പ്രാതിനിധ്യം, ഒരു പങ്കാളിത്തം ഈ കമ്പനിയുണ്ട്. 51%, ഇവിടെ ഈ നിയമം അനുസരിച്ച് 51% ഈ സ്വദേശി പൗരനായിരിക്കും. 49% KG എബ്രഹാമിനുള്ളത്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടപടികൾ അല്ലെങ്കിൽ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ഇപ്പോൾ സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ നാടുകളിൽ. ശരി. ഞാൻ ജമാലിലേക്ക് വരാം. ജമാൽ, അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ നടക്കുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ മിനിറ്റിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ മന്ത്രി അത് സൂചിപ്പിച്ചു. ഇപ്പോൾ